ഈ ഒരു വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്ത് പോവല്ലേ, മുഴുവനായി നിങ്ങൾ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നെ പറ്റി പറഞ്ഞവർക്കും ചോദിച്ചവർക്കും ഒക്കെ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. ഹലോ ഗൈസ്, ഡെയിലി ഡോസ് ഓഫ് ഫൈസൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം, ബെല്ലൈക്കൻ ഓളും കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കാം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തങ്ങളിപ്പാര വീഡിയോ എടുത്ത് പറയാനല്ല, എടുത്ത് കാണിക്കാനല്ല. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ മുഖം എന്താണ് ഇങ്ങനെ ആയതെന്ന് നൂറുകണക്കിനായിട്ടുള്ള താത്തമാരും തങ്ങളിപ്പയുടെ പ്രിയപ്പെട്ട ഫാൻസുകാരും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റിയും അതിൻ്റെ കുറച്ച് മറുപടികളും അതുപോലെ തന്നെ എങ്ങനെ വന്നു അതൊക്കെ പറയാൻ തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ചിലപ്പോൾ ഇച്ചിരി ലെന്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഞാൻ കുറച്ച് കമന്റുകൾ വായിക്കുന്നുണ്ട്, അതിന് റിയാക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ മസ്റ്റായി നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഞാൻ കമന്റുകൾ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഗൈസ്, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കമന്റുകൾ വായിക്കാം. എൻ്റെ മുഖം എന്താണ് ഇങ്ങനെ ആയത്? 1997 ഡിസംബർ 21 തിരുവനന്തപുരം ജില്ലയിലെ മെഡിക്കൽ കോളേജിന്റെ അകത്തളത്ത് SIT എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. നിങ്ങളൊക്കെ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടാകുമെങ്കിൽ അത് നിങ്ങൾക്കറിയാൻ പറ്റും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അകത്ത് SIT എന്ന് പറയുന്ന കേരളത്തിലെ നമ്പർ 1 ഹോസ്പിറ്റൽ തിരുവനന്തപുരത്തുണ്ടല്ലോ. ഏറ്റവും നല്ലപോലെ പ്രസവമെടുക്കാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിന്റെ അകത്തളത്ത് ഒരു ദിവസം ഡിസംബർ 21 1997 എന്ന് പറയുന്ന ഒരു ദിവസത്ത് ഞാൻ ഈ ലോകത്തേക്ക് പിറന്നു വരികയാണ്. ഞാൻ ഈ ലോകത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പായി അള്ളാഹു ഓരോരുത്തരും ഈ ലോകത്തേക്ക് പിറക്കുന്നതിന് മുമ്പായി ഒരു ഉമ്മയുടെ വയറ്റിനകത്ത് വെച്ച് തന്നെ അവൻ എങ്ങനെ ഈ ലോകത്തേക്ക് ജനിച്ചു വരണമെന്ന് അള്ളാഹു പറയുന്നുണ്ടല്ലോ. അള്ളാഹു ഈ ലോകത്തേക്ക് ഓരോ മനുഷ്യനെ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ജനിക്കേണ്ടതെന്ന് എല്ലാ മനുഷ്യരുടെ തലയിലേക്ക് എഴുതി വെച്ചിട്ടുണ്ടാകുമല്ലോ. ഞാൻ എപ്പം മരിക്കണം, ഞാൻ എപ്പം ജനിക്കണം, ഞാൻ എന്തൊക്കെ ചെയ്യണം, ഞാൻ ആരെ വിമർശിക്കണം, ഞാൻ ആരെ കളിയാക്കണം, ആരെ കുറ്റപ്പെടുത്തണം, എന്റെ മുഖം എങ്ങനെയാകണം, എന്റെ കണ്ണെങ്ങനെയാകണം, എന്റെ മൂക്ക് എങ്ങനെയാകണം, എന്റെ കൈ എങ്ങനെയാകണം, കാലുള്ളവനാകണോ, കൈയുള്ളവനാകണോ, നടക്കുന്നവനാകണോ, ഇരിക്കുന്നവനാകണോ, ഓടുന്നവനാകണോ, ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും. അതിനൊന്നും നിങ്ങൾക്ക് സംശയമില്ലല്ലോ. എനിക്ക് ഈ ഒരു വൈകല്യം തന്നെങ്കിലും എനിക്കിന്ന് നിങ്ങളുടെ മുമ്പിൽ ആവേശത്തോടു കൂടി സംസാരിക്കാനുള്ള കഴിവ് തന്നില്ലേ? ഇതിന് പോലും നിങ്ങൾക്ക് സൗന്ദര്യമുണ്ടായിട്ട് പോലും നിങ്ങൾക്ക് ഇതിനൊന്നും കഴിയാത്ത സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലില്ലേ? നിങ്ങൾക്ക് കഴിവുണ്ടായിട്ട് നിങ്ങൾ അത് വിനിയോഗിക്കാൻ കഴിയാത്തവരായി എത്രയോ പേര് നമ്മളുടെ മുമ്പിലുണ്ടല്ലോ. എനിക്ക് എന്താണ് കുറവെന്ന് നിങ്ങൾ പറയുക. എനിക്കൊരു കുറവുമില്ല. നിങ്ങൾ കുറവുള്ളവരെ കണ്ടിട്ടുണ്ടാകും. നിങ്ങൾ കുറവുള്ളവരെ കണ്ടിട്ടുണ്ടാകുമെങ്കിൽ എനിക്കുള്ളതൊന്നും ഒരു കുറവല്ല പ്രിയപ്പെട്ടവരെ. കാരണം കുറവുള്ളവരെ കണ്ട് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. വേദന എന്ന് കിടക്കുന്ന, പ്രയാസത്തിൽ കിടക്കുന്ന, സങ്കടത്തിൽ കിടക്കുന്ന നൂറുകണക്കിനായ ആൾക്കാര് RCC എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഹോസ്പിറ്റലിന്റെ അകത്തളത്തേക്ക് ഒരു ദിവസം ഒന്ന് പോയി നോക്കണം പ്രിയപ്പെട്ടവരെ. എത്രയോ പാവപ്പെട്ട കുഞ്ഞുമക്കളാണ്, എത്രയോ പേര് എന്തോരം വേദന സഹിച്ചുകൊണ്ട് പ്രസവിച്ച് വീണപാടെ ക്യാൻസർ ബാധിച്ച് കിടക്കുന്നവർ, 5 വയസ്സുള്ളവര്, 10 വയസ്സുള്ളവര്, 40 വയസ്സുള്ളവര്, 50 വയസ്സുള്ളവര്, ജീവിതത്തിന്റെ പ്രായാത്യം മുഴുവനും, ജീവിതകാലം മുഴുവനും RCC എന്ന് പറയുന്ന ക്യാൻസറിന്റെ അകത്തളത്തിലേക്ക് ചെന്ന് കിടക്കുന്ന എത്രയോ പേര് നമ്മളുടെ മുമ്പിലേക്കുണ്ട്. എന്നിട്ടും നമ്മൾ എന്തുകൊണ്ട് പഠിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ? എനിക്ക് തന്നതൊക്കെ ഒരു വൈകല്യമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക താത്തമാരെ, എന്റെ പ്രിയപ്പെട്ട താത്തമാരെ. ഇതൊന്നും ഒരു വൈകല്യമല്ല, ഇതൊന്നും ഒരു വൈകല്യമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. എത്രയോ പേരെ ഞാൻ കാണുന്നതാണ്, എത്രയോ പേരെ ഞാൻ കണ്ടുപോകുന്നതാണ്. അവരെയൊക്കെ കാണുമ്പോൾ ഒരുപാട് സങ്കടം വരുന്നു. ഈ ഒരു വിഷയം പറയുമ്പോൾ തന്നെ മനസ്സ് പെടയുന്നുണ്ട്, വിഷമമുണ്ട്. ഒരുപാട് പേരും രോഗത്തിന്റെ പിടിയിൽ അകത്തളത്ത് കിടക്കുകയാണ്. അല്ലാ, അവരുടെയൊക്കെ രോഗങ്ങൾ നീ മാറ്റിക്കൊടല്ല, എത്രയും പെട്ടെന്ന് ശമനം കൊടല്ല. അത് ഈ നാത്തക്കോയകൾക്കോ ഈ താത്തമാർക്കോ ഒന്നും ഒരു പക്ഷേ പറഞ്ഞാ മനസ്സിലാകണമെന്നില്ല. അവർക്ക് മറ്റുള്ളവരെ ത്യാഗാൻ എങ്ങനെ സാധിക്കുന്നു? അല്ലാ, ഈ
ത്യാഗുന്നവർക്കൊക്കെ നീ പുറത്ത് കൊടുക്കണേ അല്ലാ. കാരണം എന്തെന്നറിയോ, നമ്മൾ മറ്റുള്ളവരെ ത്യാഗുമ്പോ നമ്മളുടെ ജീവിതത്തിൽ അതേപോലെ ആയിട്ടല്ലാതെ നമ്മൾ മരിക്കില്ലെന്ന് ലോകത്തിന്റെ ഗുരുവായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട താത്തമാരെ, നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറ്റൊരാളെ ത്യാഗല്ലേ, മറ്റൊരാൾക്ക് വൈകല്യമുണ്ടെങ്കിൽ അവരെ നിങ്ങൾ കളിയാക്കല്ലേ, അവരെ നിങ്ങൾ കുറ്റപ്പെടുത്തല്ലേ, അവരെ നിങ്ങൾ നൊമ്പരപ്പെടുത്തല്ലേ, അവരെ നിങ്ങൾ വിഷമപ്പെടുത്തല്ലേ. ഇതൊക്കെ പറയുമ്പോഴും ഉള്ളിൽ സങ്കടമുണ്ട്. എന്തുകൊണ്ട് ഈ മനുഷ്യർക്കൊന്നും ഒരു തൊപ്പിയിട്ട ഒരാൾ തങ്ങളാന്ന് പറഞ്ഞുകൊണ്ട് മയക്കിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരാളുടെ മുമ്പിൽ എങ്ങനെയാണ് പിശാചികളെ അവരെയൊക്കെ ആകർഷിച്ചുകൊണ്ട് അവരെ മുമ്പിലേക്ക് ഇരുത്തുന്നതെന്ന് എനിക്കറിയില്ല. അയാളിലേക്ക് ആകർഷിച്ചു പോയതിനു ശേഷം മറ്റുള്ളവരെ തെറി വിളിക്കുകയാണ്, വിമർശിക്കുകയാണ്, കളിയാക്കുകയാണ്, മറ്റുള്ളവരെ കുറ്റപ്പറയുകയാണ്. താത്തമാരേ, ഇതൊക്കെ അള്ളാഹ് കാണുന്നുണ്ട്. നിങ്ങൾ ആരെ കളിയാക്കിയോ, നിങ്ങൾ ആരെ കുറ്റപ്പെടുത്തിയോ, അതൊക്കെ അള്ളാഹ് കാണുന്നുണ്ട് താത്തമാരെ. അതുകൊണ്ട് നിങ്ങളോടൊക്കെ എനിക്കൊരേ ഒരു വസിയത്ത് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെ നിങ്ങൾ ത്യാഗല്ലേ, നിങ്ങൾ അവരെ കളിയാക്കല്ലേ, നിങ്ങൾ അവരെ പരിഹസിക്കല്ലേ. നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ആർജവത്തോടു കൂടി അവന്റെ മുഖത്ത് നോക്കി പറയൂ, അല്ലാതെ നിങ്ങൾ അവനെ മോശമായ ഒരു രീതിയിലൂടെ പരാമർശിക്കല്ലേ. അതിന് എന്നെ ആയാലും ശരി, മറ്റുള്ളവരെ ആയാലും ശരി, ഒരു വൈകല്യമുള്ളവനെന്ന് പറയുന്നത് ഈ ലോകത്തേക്ക് കടന്നു വന്നത് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? അല്ലാഹ് ഈ ലോകത്തേക്ക് എന്നെ ഇങ്ങനെയാണ് പടച്ചത്. എന്നെ ഇങ്ങനെയാണ് പടച്ചത് കൊണ്ട് തന്നെ എന്നെ ഇങ്ങനെയാണ്, ഈ രൂപത്തിലാണ് എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതേപോലെ അല്ലാതെ പിന്നെ എങ്ങനെ വരാൻ പറ്റുകയാ? അല്ലാഹല്ലേ തന്നത്. അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നതെന്നല്ലാതെ എനിക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും? നാട്ടുകോഴിയുടെ ഫാൻസുകളായിട്ടുള്ള താത്തമാരെ, ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ലാഹ് തരുന്നതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക എന്നുള്ള ഒറ്റ ഉത്തരവാദിത്തമാണ് എനിക്കുള്ളത്. അതിനെ ഞാൻ പൂർണ്ണമായി സമ്മതത്തോടു കൂടി കൈ നീട്ടി വാങ്ങിയിരിക്കുന്നുണ്ടല്ലോ. അതിന് കൂടി അതിലൂടെ പൊരുത്തപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നത്. ഞാൻ ഈ വല്ല മുഖവുമായി ഇന്ന് ലോകത്ത് എവിടെ വേണമോ പോകാം, എവിടെ വേണമോ നിൽക്കാം. എനിക്കൊരു പേടിയുമില്ല, ഒരു നാണക്കേടുമില്ല. കാരണം എന്തെന്നറിയോ? അല്ലാഹ് തന്നതാണ്. അല്ലാഹയെ മറന്നിട്ടല്ലല്ലോ ഞാൻ നിൽക്കുന്നത്. അല്ലാഹ് തന്നത് കൊണ്ടല്ലേ അങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു സങ്കടവുമില്ല പ്രിയപ്പെട്ടവരെ, എനിക്കൊരു സങ്കടവുമില്ല പ്രിയപ്പെട്ടവരെ. അല്ലാഹ് തന്നതാണ്. ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വീണ്ടും ചെന്ന് പോവുകയാണ്. 1997 ഡിസംബർ 21 ഞാൻ ഈ ലോകത്തേക്ക് കടന്നു വന്നപ്പോ എന്റെ മുഖം ഇങ്ങനെയായിരുന്നു, എന്റെ ഉമ്മ കണ്ട മുഖം ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ടവരെ. അങ്ങനെ എന്റെ ഉമ്മ എന്നെ അക്സെപ്റ്റ് ചെയ്തല്ലോ, എന്റെ വീട്ടുകാരെന്നെ അക്സെപ്റ്റ് ചെയ്തല്ലോ. അവർക്കൊന്നുമില്ലാത്ത കുരിപൊട്ടൽ എന്തുകൊണ്ട് നാട്ടുകോയെ സ്നേഹിക്കുന്നവർക്ക് മാത്രം ഉണ്ടാവുന്നെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ മക്കളുണ്ടല്ലോ, നിങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞുമോനോ മോളോ ഉണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും ഒരു വൈകല്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പനി വന്നാൽ തന്നെ നിങ്ങൾക്ക് എത്രയോ സങ്കടമാണ്, വിഷമമാണ്. അപ്പോ എങ്ങനെയാണ് താത്തമാരെ നിങ്ങൾക്ക് എന്നെ കളിയാക്കാനും എന്നെ ദജ്ജാലെന്നും എന്നെ ഒറ്റ കണ്ണനെന്നും ഒറ്റ മൂക്കുള്ളവനെന്നും ഒക്കെ വിളിച്ചുകൊണ്ട് കളിയാക്കാൻ പറ്റുക? നിങ്ങൾക്കൊക്കെ അല്ലാഹ് പുറത്തു തരട്ടെ. അല്ലാതെ ഞാൻ എന്ത് പറയാനാണ്? എനിക്ക് അല്ലാഹുവിനോട് പറയാൻ പറ്റുന്നത് നിങ്ങൾക്ക് പുറത്തു തരാൻ മാത്രമാണ്. ഇനിയിപ്പോൾ അതല്ല പുറത്തു തരുമോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. കാരണം ഈ ലോകത്തേക്ക് കടന്നു വന്നത് നമ്മളെല്ലാവരും ഒരു ഉമ്മയുടെ വയറ്റിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആവാത്തത് എന്റെ കുറ്റമല്ല. പക്ഷേ നമുക്ക് കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെ എത്രത്തോളം യൂസ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയുമോ, ആ കഴിവിനെ എത്രത്തോളം നമുക്ക് വിനിയോഗിക്കാൻ കഴിയുമോ, അത്രയും നമ്മൾ വിനിയോഗിക്കുക തന്നെ വേണം, പോരാടുക തന്നെ വേണം. അസീം വെളിമന്ന എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനുണ്ടല്ലോ, അല്ലാ രണ്ട് കൈയുമില്ലാതെയല്ലേ നീന്തിക്കയറിയത്? കപ്പ് വാങ്ങിയത് രണ്ട് കൈയുമില്ലാതെയല്ലേ പ്രിയപ്പെട്ടവരെ? ആ പ്രിയപ്പെട്ട സഹോദരൻ പോലും നീന്തിക്കയറിയത് എങ്ങനെയാ? അല്ലാഹ് കൊടുത്ത കഴിവാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് രണ്ട് കാലും രണ്ട് കൈയും ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഒരു വെള്ളച്ചാട്ടത്തിൽ നീന്തി കയറാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇല്ലല്ലോ.
അത്രയും വലിയ പവർ പോലുമല്ല ഒരു മനുഷ്യന് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ ഈ ലോകത്തേക്ക് പിറക്കുമ്പോ അവൻ ഇങ്ങനെ ആയി തീരുക തന്നെ ചെയ്യണമെന്നുള്ള കരുതിയിട്ടുണ്ടാകും. ഇല്ലാതെ അങ്ങനെയൊന്നും സാധിക്കില്ല. എന്നെ ഈ ലോകത്തേക്ക് ഇങ്ങനെയാണ് വിട്ടതെങ്കിൽ ഇന്ന് ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ഒരു കോളേജിൽ പഠിക്കുകയാണ്. ആ കോളേജിന്റെ പേര് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ എൻട്രൻസ് എക്സാം എഴുതിയിട്ടാണ് കുട്ടികളെ എടുക്കുക. ഏകദേശം 400ഓളം കുട്ടികളെ എൻട്രൻസ് എക്സാം എഴുതിയല് ഏകദേശം 28 കുട്ടികളെ മാത്രമാണ് ആ ഒരു കോളേജിലേക്ക് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി എടുക്കുക. അതിലൊരാളാകാൻ വേണ്ടി യോഗ്യത കിട്ടിയവരാണ് പ്രിയപ്പെട്ടവരെ. അപ്പോ ഞാൻ എത്രയോ ഭാഗ്യവാനാ. ഇന്ന് കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിലാണ് ഞാൻ പഠിക്കുന്നത്. ആ ഒരു ക്യാമ്പസിൽ പഠിക്കാൻ എനിക്കൊരു അവകാശം, ഒരു യോഗ്യതയുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ PG പഠിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു വൈകല്യമല്ല തന്നത് കൊണ്ട് തന്നെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് നിൽക്കുന്നെങ്കിൽ എനിക്ക് ഒരു വൈകല്യം തന്നത് കൊണ്ട് തന്നെയാണ് ഇന്ന് കേരളത്തിൽ ഏതൊരു മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റുന്നവോ അതെല്ലാം എനിക്കും ചെയ്യാൻ പറ്റുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ബൈക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്, കാർ ഓടിക്കാൻ പറ്റുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എനിക്കും ഇന്ന് ചെയ്യാൻ കഴിയുന്നുണ്ട്. കാരണം എന്റെ മനസ്സിനുള്ള ധൈര്യം തന്നത് കൊണ്ടാണ്, എന്റെ മനസ്സിന് എന്റെ പടച്ചിറപ്പ് ധൈര്യം തന്നത് കൊണ്ടാണ്. വിഷയം വിശാലമായി കടന്നു പോകുന്നു, പെട്ടെന്ന് തന്നെ പറഞ്ഞവസാനിപ്പിക്കാം. അതുകൊണ്ട് എന്റെ മനസ്സിനെ അല്ല ധൈര്യം തരുമ്പോൾ മാത്രമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇന്ന് സംസാരിക്കാൻ കഴിയുന്നത്. തെറ്റുപറ്റാതെ ആർജവത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് എനിക്കിന്ന് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതെനിക്ക് അല്ല തന്ന സന്തോഷമാണ്, അല്ല തന്നതാണ് വൈകല്യം. ഈ തന്ന അല്ലയോട് എനിക്ക് നന്ദിയുണ്ട്. എനിക്ക് അല്ല ഇങ്ങനെ ഒരു വൈകല്യം തന്നതിന്റെ പേരിൽ ഞാൻ കരയുന്നില്ലല്ലോ. അല്ല എനിക്കിത് തന്നതിൽ ഞാൻ തൃപ്തിതനാണ്. കാരണം എനിക്ക് എൻ്റെ അല്ല തന്നതല്ലേ. അല്ല തന്നതിന് നമ്മൾ എന്തിനാണ് കരയുന്നത്? അള്ളാഹു പറഞ്ഞല്ലോ, അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുണ്ടാകുമല്ലോ, നീ ലോകത്ത് പോയി ഇതുപോലെ തന്നെ ജീവിക്കണം മോനെ. കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനും മോനെ നീ അടിമപ്പെട്ടു പോകല്ലേ. നീ നല്ല രീതിയിൽ തന്നെ നിസ്കരിച്ചുകൊണ്ട്, നല്ല രീതിയിൽ തന്നെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നീ ഈ ലോകത്ത് നല്ലവനായി ജീവിക്കണമെന്ന് അല്ല പറഞ്ഞത് കൊണ്ട് തന്നെ എനിക്ക് ഇതുവരെയും ജീവിതത്തിൽ എനിക്കൊരു സിഗരറ്റ് പോലും വലിക്കേണ്ട ഗതികേട് വന്നിട്ടില്ല, മദ്യപിക്കേണ്ട ഗതികേട് വന്നിട്ടില്ല. കാരണം എൻ്റെ പടച്ചിറമ്പ് എനിക്ക് തന്നത് അത്രത്തോളം നല്ല സ്വഭാവമാണ്. ഈ ഒരു സ്വഭാവത്തിൽ ഞാൻ തൃപ്തികരാണ്. നിങ്ങൾക്ക് വലിയ സൗന്ദര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സൗന്ദര്യത്തിനപ്പുറമാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ മനസ്സ്. നമ്മൾക്ക് നല്ലൊരു മനസ്സുണ്ടെങ്കിൽ ഈ ലോകം മുഴുവനും നമുക്ക് കീഴടക്കാൻ പറ്റുന്നതാണ്. നല്ല സ്വഭാവമായി ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാതെ മറ്റുള്ളവരെ കളിയാക്കിയും കുറ്റപ്പെടുത്തിയും കൊണ്ട് നടക്കല്ലേ, മറ്റുള്ളവരെ വേദനിപ്പിക്കല്ലേ. അത് പ്രത്യേകിച്ച് വയ്യാത്തവരെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കല്ലേ, വൈകല്യമുള്ളവരെ നിങ്ങൾ കളിയാക്കല്ലേ. നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പാഠമായി നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഞാൻ എൻ്റെ വിഷയം ഇതാണ്. എൻ്റെ മുഖം ഇങ്ങനെ ആയതെങ്ങനെയെന്ന് ചോദിച്ചാൽ, എൻ്റെ മുഖം ഞാൻ ജനിച്ചു തന്ന സമയത്ത് തന്നെ ഇങ്ങനെ തന്നെ ആയിരുന്നു. ഒരുപാട് സർജറികളിലൂടെ ഇത്രത്തോളം മനോഹരമായി എൻ്റെ മുഖത്തെ ഇത്രത്തോളം മാറ്റാൻ കഴിയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ ഒരു മുഖം വെച്ചുകൊണ്ട് ഇന്നെന്നെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ടല്ലോ, ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, ഒരുപാട് പേര് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ഏകദേശം ഇൻസ്റ്റഗ്രാമിൽ 36,000ഓളം ആൾക്കാർ എന്നെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. യൂട്യൂബിൽ അത്രയും 18,000ഓളം ആൾക്കാർ ഇന്ന് എന്നെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. എത്ര സൗന്ദര്യമുള്ളവനാണ് ഇത് കിട്ടിയിട്ടുള്ളത്, എത്ര സൗന്ദര്യമുള്ളവനാണ് ഇതിനൊക്കെ സാധിച്ചിട്ടുള്ളത്. അപ്പൊ എൻ്റെ അള്ള തന്നത് എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമല്ലേ. അനുഗ്രഹമാണ്. ഈ ഒരു അനുഗ്രഹത്തിൽ ഞാൻ തൃപ്തിതനാണ്. ഇനി നിങ്ങൾ എന്നെ എന്ത് തെറി വിളിച്ചാലും ഒരു വിഷയവുമില്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ കളിയാക്കിക്കോ, തെറി വിളിക്കാനുള്ളവരാണെങ്കിൽ വിളിച്ചോ. ഞാൻ ഇതുവരെയും നിങ്ങൾക്ക് ഞാൻ പൊരുത്തം തന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആരും ഇനി അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ചെയ്താലും നോവുന്ന ഒരാളല്ല. ചിലപ്പോ ഇത് കാണുന്നവർക്ക് വിഷമമുണ്ടാകാം, പക്ഷെ എനിക്ക് സങ്കടമില്ല. അതുകൊണ്ട് ഈ ഒരു വിഷയം ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ നല്ല മനസ്സ് തരട്ടെ, നല്ല ബോധം തരട്ടെ. ഞാൻ ഒരാൾ തെറ്റ് കാണിക്കുമ്പോൾ ആ തെറ്റുകൾ മാത്രമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അയാളുടെ ഭാര്യയോ അയാളുടെ മക്കളെയോ അയാളുടെ കുടുംബത്തെയോ ഞാൻ കളിയാക്കുന്നില്ല. ഞാൻ ആരെയും ഇന്ന് കളിയാക്കുന്നില്ല. ഒരാളൊരു
കപടനാണെന്ന് തോന്നിയാ അത് കപടനാണെന്ന് തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടാവണം പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ള ധൈര്യമുള്ളത് കൊണ്ടല്ലേ ഇന്ന് ഞാൻ ഈ ഒരു വിഷയം ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. എനിക്ക് തന്നെ കുറേ കരച്ചിൽ വന്നു, നിങ്ങളും കരഞ്ഞിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയൊക്കെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതൊക്കെ നിങ്ങൾ എൻ്റെ മനസ്സിൽ തട്ടി പറയുന്ന വാക്കുകളാണ്. അതുകൊണ്ട് നിങ്ങളും സങ്കടപ്പെടല്ലേ, നിങ്ങളും വിഷമിക്കണ്ട. എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസവും പ്രതിസന്ധിയും ദുഃഖവും ദുരിതവും ത്യാഗവും രോഗവും ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ പടച്ച തമ്പുരാൻ മാറ്റിത്തരും. ഒന്ന് കാണാതെ അല്ല മറ്റൊന്ന് കാണില്ലല്ലോ. അതുകൊണ്ട് ഒന്ന് കാണാതെ അല്ല മറ്റൊന്ന് തരില്ലല്ലോ. അതുകൊണ്ട് അള്ളയെല്ലാം നിങ്ങൾക്ക് മാറ്റിത്തരും. നിങ്ങൾ നാറ്റക്കോയോടല്ല ദുആ ചെയ്യേണ്ടത്, പടച്ച റബ്ബിന്റെ മുമ്പിൽ 2 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ല നിങ്ങൾക്കെല്ലാം ഹയറാക്കി തരും. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഈ ഒരു വിഷയം ഇത്രയും നേരം ഇവിടെ ഇരുന്നൊരു ഫാൻ പോലും ഇടാതെ ശബ്ദം വരുമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിച്ച് മുഖമൊക്കെ വിയർത്തെങ്കിൽ പോലും അതൊന്നും ഒരു വിഷയമല്ലല്ലോ. നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു 17 മിനിറ്റോളം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് കൊണ്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് സങ്കടപ്പെടേണ്ട, ദുഃഖപ്പെടേണ്ട, ദുരിതപ്പെടേണ്ട. ആരെന്ത് പറഞ്ഞാലും അല്ല ഇതൊക്കെ കാണുന്നുണ്ട്, അല്ല ഇതൊക്കെ കാണുന്നുണ്ട്. അല്ലായ മറക്കല്ലേ, അല്ലായ മറക്കല്ലേ, അല്ലായ മറക്കല്ലേ. മറന്നുപോയ നമ്മുടെ ജീവിതം പോവും പ്രിയപ്പെട്ടവർ. നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടും, നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനങ്ങൾ നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ പടച്ച തമ്പുരാനെ മുറുകെ പിടിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു മനോഹരമായ വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.